യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്നു മുതലുള്ള ദിവസം പ്രത്യേകമായൊരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ തിങ്കളാഴ്ച ദിവസം മുതൽ ഈ മാസം കഴിയുന്നതുവരെ. എന്തിനാണെന്ന് ചോദിച്ചാൽ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കുമൊക്കെ അടിമകളായി ജീവിതത്തിൽ തകർന്നുപോയ, താളം തെറ്റിയ ജീവിതമുണ്ട്, കുടുംബങ്ങളുണ്ട്, ഭാവിയുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒരു വലിയ മാനസാന്തരം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന് വിശ്വസിക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ല, അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിലോ പ്രിയപ്പെട്ടവരിലോ ആരും തന്നെ ഈ വിധത്തിൽ തകർന്നു പോകാൻ, വഴിതെറ്റിപ്പോകാൻ, നശിച്ചു പോകാൻ ഇടയാകരുത്. അതിനുവേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. എഴുതി വച്ച് പ്രാർത്ഥിക്കുക. എഴുതി വച്ച് ഈ വിഷയത്തെ, ഈ നിയോഗത്തെ എഴുതി വച്ച് പ്രാർത്ഥിക്കുവാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ: കർത്താവായ യേശുവേ, ഈ തിങ്കളാഴ്ച ദിവസം ഞങ്ങളൊരു പ്രത്യേക നിയോഗത്തോടെയാണ് ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ വചനങ്ങൾ കേൾക്കുന്നത്. ഞങ്ങളുടെ മനസ്സിലൊരു ആവശ്യമുണ്ട്. ഒരു വലിയ സങ്കടത്തിൻ്റെ ഒറ്റപ്പെടലിലാണ് നിൽക്കുന്നത്. വലിയൊരു പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. ഞങ്ങളെ അലട്ടുന്ന വിഷയങ്ങളുണ്ട്. സമാധാനമില്ലാത്ത ദിവസം, സമാധാനമില്ലാത്ത നാളുകൾ, വഴക്കിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ, പിണങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങൾ, അകന്നു നിൽക്കുന്ന സാഹചര്യങ്ങൾ, സകലത്തെയും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകലരെയും ഞങ്ങൾ ഓർത്ത് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയല്ല. അതേപോലെ വിഷമിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തിരിച്ചറിവുണ്ടായി, തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് വരാൻ, നല്ലൊരു ജീവിതം അവർക്കുണ്ടാകാൻ, ജീവിതം ജീവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്ന് വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാരുണ്യം നമുക്ക് ലഭിക്കാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാരുണ്യം ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ നമുക്ക് ലഭിക്കാൻ ഇടയാകട്ടെ. 1 പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ 1 പത്രോസ് 3-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുകയാണ്. ഇന്ന് ഈ തിങ്കളാഴ്ച ഈ ദിവസം കേൾക്കുന്ന വചനം കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്ന ഭാഗമാണ്. 1 പത്രോസ് 3:9. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുണ്ട്, യുവതീവാക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ഈ വചനം കേൾപ്പിക്കുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില മാറ്റങ്ങൾക്ക് വഴി തെളിക്കും. ഇതൊരു അനുഗ്രഹമായിട്ട് മാറും. ദൈവം നമ്മളെ സഹായിക്കും. 1 പത്രോസ് 3:9. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുക ഒരു വലിയ കാര്യമാണ്. നമ്മുടെ വാക്കുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. എഴുതിയിരിക്കുന്ന വാക്ക് നോക്ക്: തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അങ്ങനെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹം അവകാശമാക്കാൻ പറ്റും. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. അപ്പോൾ അനുഗ്രഹം അവകാശമാക്കാൻ എന്നാ ചെയ്യണ്ടേ? അനുഗ്രഹിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം അനുഗ്രഹിക്കണം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ എന്നെ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ അനുഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ആ അനുഗ്രഹം അനുഭവിക്കാൻ കഴിയുക. നിങ്ങൾ നിങ്ങളുടെ വീടിനെ, നിങ്ങൾക്ക് ദൈവം തന്ന പ്രിയപ്പെട്ടവരെ, ജീവിത പങ്കാളി, മക്കൾ, ആ സാഹചര്യത്തെ പകരത്തിന് പകരം നിന്ദനത്തിന് പകരം നിന്ദനമോ തിന്മയ്ക്ക് പകരം തിന്മയോ പറഞ്ഞ് വഴക്കുണ്ടാക്കി, വഴക്കിന് പകരം വഴക്ക്, പ്രശ്നത്തിന് പകരം പ്രശ്നം, ദേഷ്യത്തിന് പകരം ദേഷ്യം, ഒരിക്കലും അനുഗ്രഹം അവകാശമാക്കാൻ പറ്റില്ല. സാഹചര്യങ്ങൾ എന്തുവായാലും അതിൻ്റെ മറുവശം പറയുവാണ്: നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകുവിൻ. അപ്പോൾ അനുഗ്രഹം അവകാശമാക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ ഈ ആലയത്തിൻ്റെ പേര് അനുഗ്രഹം എന്നാണ്. ഇവിടെയുള്ള ഓരോ ശുശ്രൂഷകളും അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷകളാണ്. ഇവിടെ നിന്ന് അനുഗ്രഹം അനുഭവിക്കാൻ ദൈവം ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഇത് അനുഗ്രഹം അവകാശമാക്കാൻ ദൈവം ഒരുക്കിയ ശുശ്രൂഷയാണ്. ഒരാൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ വചനം കേട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല, ഞാൻ മരിച്ചു പോയേനെ, എനിക്ക് ജീവിക്കണമെന്ന് അത്രയും ഒട്ടും ആഗ്രഹമില്ലാത്ത സാഹചര്യത്തിലാണ് ഈ വചനം കേട്ടത്. വേറൊരു വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ഭാര്യയാണ് ഈ വചനം കേട്ടത്, എൻ്റെ ഭാര്യയിലൂടെയാണ് ഈ വചനമൊക്കെ ഞാൻ കേൾക്കാനിടയായത്, അതാ എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടായത്. നിങ്ങളിലൂടെ മറ്റുള്ളവർ വചനം കേൾക്കുമ്പോൾ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം അവകാശമാക്കാൻ ദൈവം ഒരുക്കിയ ശുശ്രൂഷകളാണെല്ലാം. പ്രത്യേകിച്ച് പേര് തന്നെ ഡെയിലി ബ്ലെസ്സിംഗ് ആണ്. ദിവസേനയുള്ള അനുഗ്രഹം. അനുഗ്രഹം എല്ലാ ദിവസവും വേണം. അനുഗ്രഹം എല്ലാ ദിവസവും ജീവിതം സുഗമമായി മുന്നോട്ട് പോകാൻ നമുക്ക് വേണ്ടത് സർവ്വശക്തൻ്റെ അനുഗ്രഹമാണ്. ഇനി ആ വാക്യം എഴുതിയിട്ടുണ്ട്: അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. 10-ാമത്തെ വാക്യം: ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ. ആ വാക്യം ശ്രദ്ധിച്ചോ? നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് അവൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. അതായത് വേണ്ടാത്തതൊക്കെ പറയുന്ന, നെഗറ്റീവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വായിൽ പറയരുത്, വാ കൊണ്ട് പറയരുത്, ചിന്തിക്കുകയും ചെയ്യരുത്. അത് നശിക്കത്തേ ഉള്ളൂ. ഇത് ശരിയാകത്തില്ല. എങ്ങനെ ശരിയാകാനാ? ഇതൊന്നും നല്ലതിനുള്ളതല്ല. നെഗറ്റീവ് പറഞ്ഞ് അവിടെ ഇരുട്ടാവരുത്. അനുഗ്രഹിക്കുന്നവരാകുവിൻ.
നിങ്ങളുടെ ജീവനെ, ജീവിതത്തെ, ആയുസ്സിനെ, ഭാവിയെ, വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കുന്നവരാകുവിൻ. അപ്പോൾ അത് അനുഗ്രഹമായിട്ടത് മാറും. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നല്ല ദിവസങ്ങൾ കാണാൻ ഭാഗ്യമുണ്ടാകും. അതോടൊപ്പം എഴുതിയിട്ടുണ്ട്, ജീവിതത്തെ സ്നേഹിക്കാനും ഒക്കെ ഭാഗ്യം ലഭിക്കും. ജീവിതത്തെ സ്നേഹിക്കാൻ. പലരും ജീവിതത്തെ വെറുക്കുക, പലരും ജീവിതത്തെ എന്തിനെങ്ങനെ ഒരു ജീവിതം എന്ന് ചിന്തിക്കുക. പലരും പല പ്രശ്നങ്ങളുടെയും നടുക്കടലിൽ നിൽക്കുന്ന പോലെയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു നിയോഗമുണ്ട്, ഒരു ഇൻറ്റൻഷനുണ്ട്. മദ്യത്തിലും മയക്കുമരുന്നും ലഹരിക്കുമൊക്കെ അടിമകളായി പോയവർ അവർ ജീവിതത്തിൽ തിരിച്ചു വരണം. ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ 8ൽ പഠിക്കുന്ന ഒരു കൊച്ചിന് സിഗരറ്റ് വലി നിർത്താൻ പറ്റുന്നില്ല. ചെറിയ പ്രായത്തിലുള്ളവർ പോലും ലഹരിയിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് നിർത്തുവാണ്. ആരും നഷ്ടപ്പെടാൻ പാടില്ല, ആരുടെയും ജീവിതം തകർന്നു പോകാൻ പാടില്ല. നല്ല ദിവസങ്ങൾ കാണാൻ, നിങ്ങളുടെ നല്ല ഭാവി കാണാൻ, നല്ല ജീവിതം കാണാൻ ഞങ്ങളൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. ഈ പ്രാർത്ഥനയിൽ സാധിക്കുന്നിടത്തോളം ആളുകൾ പങ്കെടുക്കണം. സാധിക്കുന്നവരിൽ ഇതൊരു ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ ഇത് കാരണമാവും. ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ കാരണമാവും. ഒരുപാട് വ്യക്തികൾ ജീവിതത്തിൽ മാറി വരും. അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾ കാണും. വ്യാജം പറയുന്നതിൽ നിന്ന്, നെഗറ്റീവ് പറയുന്ന നാവിനെ നിയന്ത്രിക്കണം. ഇങ്ങനെ പറയരുത്, അവൻ നന്നാകില്ല, നീ നന്നാകില്ല, എനിക്കിനി നല്ല ഭാവിയില്ല, ഇതിങ്ങനെ നിയന്ത്രിക്കണം, പറയരുത്. പിന്നെ എന്ത് പറയണം? അനുഗ്രഹിക്കണം. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ, നിയോഗ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത സകലരെയും ദൈവനാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള വ്യാഴം വെള്ളി ദിവസങ്ങളെ അനുഗ്രഹിച്ച ശുശ്രൂഷകൾക്ക് പ്രാർത്ഥിക്കും. ശുശ്രൂഷകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ വചനം കേൾക്കുന്നവരെ, അയച്ചു കൊടുക്കുന്നവരെ, സ്വീകരിച്ചവരെ, എഴുതിയവരെ, ഇൻറ്റൻഷൻ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ ഈ തിങ്കളാഴ്ച ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഈ ആഴ്ച 3-ാം വെള്ളിയാഴ്ചയാണ്. 7 ആശീർവാദത്തോടെയുള്ള ദിവികാരന് പ്രദക്ഷിണമുള്ള 3-ാം വെള്ളിയാഴ്ചയാണ്. വ്യാഴം വെള്ളി ദിവസങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ ഇന്ന് വചനം കേട്ട സകലരെയും ഓർക്കുവാണ്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ. കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിക്കണമേ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവരുടെ ജീവിതങ്ങളെ, ഭാവി, ആരോഗ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരെയും നിർബന്ധിച്ച് ഈ പ്രാർത്ഥന കൂടിപ്പിക്കേണ്ട. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നതിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അത് മാനസാന്തരത്തിന് കാരണമാവും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരാൻ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അനേകം വ്യക്തികൾ അവരുടെ മദ്യപാനത്തിൽ, ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന്, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അവർ തിരിച്ചു വരാൻ, കുടുംബത്തിന് അനുഗ്രഹമാകാൻ, ജീവിതത്തിൽ ഐശ്വര്യമായവരുടെ ജീവിതം മാറാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ എന്നിവയിലെല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ വചനം ഒത്തിരി പേർക്ക് പ്രയോജനമാകട്ടെ, അനുഗ്രഹമാകട്ടെ, വെളിച്ചമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.